ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 9 രാജവിദ്യ രാജഗുഹ്യ യോഗം. ഇതിൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു, ആകാശത്തിൽ എങ്ങനെയാണോ വായു സ്ഥിതി ചെയ്തുകൊണ്ട് ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നത് എന്നതുപോലെ സർവ സൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. ഹേ കുന്തിപുത്ര, ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ ഈ ഭൗതിക ആവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുകയാണ്. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാനവയെ വീണ്ടും എൻ്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ച പ്രവർത്തനം എൻ്റെ അധീനതയിലാണ്. എൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഹേ ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയുകയില്ല. ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ കഴിയുകയാണ് ഞാൻ. അല്ലയോ കുന്തിപുത്ര, എൻ്റെ ശക്തിവിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എൻ്റെ നിർദ്ദേശം അനുസരിച്ച് ചരാചരങ്ങളെ എല്ലാം സൃഷ്ടിക്കുകയാണ്. ഈ നിയമമനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. ഗുരുപ്രാർത്ഥനയ്ക്ക് ശേഷം അടുത്ത 5 ശ്ലോകങ്ങൾ നോക്കാം. 11ാമത്തെ ശ്ലോകം, അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. അവജാനന്തി മാം മൂഢ. അവജാനന്തി മാം മൂഢ. മാം എന്നെ. മൂഢന്മാർ എന്നെ അവഗണിക്കുകയാണ്. മാനുഷീം തനു ആശ്രിതം. മനുഷ്യ സംബന്ധമായ ശരീരത്തെ ആശ്രയിച്ചു കഴിയുന്നവരാണ് അവർ. പരംഭാവം അജാനന്ദോ. എൻ്റെ പരംഭാവത്തെ അവഗണിക്കുന്നു. മമ ഭൂതമഹേശ്വരം. എൻ്റെ സർവഭൂത മഹേശ്വരമായ ഭാവത്തെയും അവഗണിക്കുകയാണ് മൂഢന്മാരായ അവർ. ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതി, അല്ലെങ്കിൽ അവതരിച്ചു എന്ന് കരുതി ഭഗവാൻ ജനിക്കുകയല്ല ചെയ്യുന്നത്, അല്ലേ? എങ്ങനെയാണോ സൂര്യൻ അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്നത് എന്നതുപോലെ തന്നെ ഒരു പ്രത്യേക സമയം കഴിഞ്ഞു കഴിയുമ്പോൾ ഭഗവാൻ രണ്ടാമതും ആവിർഭവിക്കുന്നു, അല്ലെങ്കിൽ അവതരിക്കുന്നു. തൻ്റെ ആത്മീയ ലോകത്തിൽ നിന്നും ഭൗതിക ലോകത്തിലേക്കുള്ള വരവിനെയാണ് അവതരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യരൂപത്തിലുള്ളൊരു അവതാരം, ഭഗവാന്റെ തന്നെ അവതാരം ഒരു മനുഷ്യനാണ് എന്ന് കരുതി അവഗണിക്കുകയാണ് മൂഢന്മാർ ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായിട്ടുള്ള ഭഗവാനെ സാധാരണ ഒരു മനുഷ്യരൂപിയായി കാണാൻ പാടില്ല. ഭഗവാൻ അതീന്ദ്രിയനാണ്. സർവ ചരാചരങ്ങളുടെയും സൃഷ്ടികർത്താവും അതുപോലെ തന്നെ പരിപാലകനും സംഹാരകനും എല്ലാമാണ് ഭഗവാൻ. എന്നാൽ ആരാണ് ഭഗവാനെ സാധാരണ മനുഷ്യനാണ് എന്ന രീതിയിൽ കാണുന്നത്? മാനുഷീം തനു ആശ്രിതം. ശരീരത്തെ ആശ്രയിച്ച് കഴിയുന്നവർ, ശരീരമാണ് എല്ലാം എന്ന് മനസ്സിലാക്കി കഴിയുന്ന മൂഢന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. ശരീരവും ആത്മാവും രണ്ടും രണ്ടാണ് എന്നുള്ള ബോധത്തോടെ ആത്മാവ് ഭഗവാന്റെ അംശമാണെന്നുള്ള അറിവുള്ളവൻ ഒരിക്കലും ഭഗവാനെ ഒരു സാധാരണ മനുഷ്യനായി കാണുകയില്ല. എന്നാൽ ശരീരമാണ് എല്ലാം എന്ന് കരുതി ജീവിക്കുന്ന മൂഢന്മാരാണ് അപ്രകാരം ചെയ്യുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത വരി, പരംഭാവം അജാനന്ദോ. എൻ്റെ പരംഭാവത്തെ അവഗണിക്കുകയാണ്. ഭഗവാന്റെ ഏറ്റവും ഉന്നതമായ ഭാവം, എല്ലാം ഭഗവാനിൽ നിന്നാണ് സൃഷ്ടിയുള്ളത് എന്നുള്ള ഭാവത്തെ അവഗണിക്കുകയാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. മമ ഭൂതമഹേശ്വരം. എല്ലാ ഭൂതങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും ഈശ്വരനും ആയിരിക്കുന്ന എന്നെ സാധാരണ മനുഷ്യനായി കാണുന്ന മൂഢന്മാർ എൻ്റെ പരമമായ മഹേശ്വര ഭാവത്തെ അറിയുന്നതേയില്ല. ഏത് രാജാവാണെങ്കിലും തങ്ങളുടെ പ്രജകളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനു വേണ്ടി വേഷപ്രച്ഛന്നനായി നാട്ടിലൂടെയെല്ലാം നടക്കാറുണ്ടല്ലേ? ആ വേഷം ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരൻ്റെ ആകാം, ഒരു സൈക്കിൾ റിക്ഷക്കാരൻ്റെ ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രൂപത്തിലാകാം. അങ്ങനെയുള്ളവർ അദ്ദേഹത്തെ തിരിച്ചറിയുന്നില്ല. അയാൾ രാജാവാണ് എന്നുള്ള ബോധം അവരിൽ ഉദിക്കുന്നില്ല.
എന്നാൽ ശരിയായ അറിവുള്ളവർ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുടരുന്നവർക്ക് പൂർണ്ണമായ ബോധമുണ്ട് ഇദ്ദേഹം രാജാവാണ് എന്നത് തന്നെ. അതുപോലെ തന്നെയാണ് ഇവിടെയും ഭക്തിയുത സേവനത്താൽ ഭഗവാനെ അറിയുന്നവർക്ക് ഭഗവാൻ പരമാത്മാവാണ് എന്നും ഭൂമിയിൽ ഭഗവാന് സാധുക്കളെ സംരക്ഷിക്കേണ്ടത് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു രൂപം, ഒരു മനുഷ്യരൂപം എടുത്തേക്കുന്നത് എന്നും അറിയാവുന്നതാണ്. എന്നാൽ സാധാരണ ജനങ്ങൾ എങ്ങനെയാണോ ഒരു രാജാവിനെയും കപടവേഷധാരിയായി നടക്കുന്ന ആളെയും തിരിച്ചറിയാത്തത് എന്നതുപോലെ മൂഢന്മാർ ഭഗവാനെ തിരിച്ചറിയുന്നില്ല എന്നാണ് പറയുന്നത്. ഭഗവാൻ അമാനുഷികനാണ് എന്നും അതീന്ദ്രിയനാണ് എന്നും ഒരു ഭക്തനല്ലാതെ വേറെ ആർക്കും മനസ്സിലാക്കുവാനും സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഭക്തന്മാരുടെ എണ്ണം വളരെ തുലോം ആണ് താനും. ഭഗവാൻ തൻ്റെ അവതാര സമയത്ത് കാരാഗ്രഹത്തിൽ വസുദേവ ദേവകി ദമ്പതികൾക്ക് തൻ്റെ ചതുർഭുജ രൂപമാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അവരുടെ അപേക്ഷയിന്മേലാണ് ഭഗവാൻ സാധാരണ മനുഷ്യരൂപത്തിലേക്ക് വരുന്നത്. അർജുനനായാലും വിരാട രൂപം കാണിച്ചു കഴിയുമ്പോൾ ഭഗവാൻ പിന്നീട് കാണിക്കുന്നത് ചതുർഭുജ രൂപമാണ്. അതിനുശേഷം വീണ്ടും അർജുനന്റെ ആവശ്യപ്രകാരം ഭഗവാൻ സാധാരണ ശ്രീകൃഷ്ണ രൂപത്തിലേക്ക് മാറുകയാണ്. ഇവയിൽ നിന്നെല്ലാം ഭഗവാൻ ഒരു സാധാരണ മനുഷ്യൻ അല്ല എന്നുള്ളത് ഒരു ഭക്തൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എന്നാൽ സാധാരണ ജനങ്ങൾ, മൂഢന്മാരായിട്ടുള്ളവർ, ഭഗവാനെ ശരിയായ രീതിയിൽ അറിയാത്തവർ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് ഭഗവാനോട് പെരുമാറുന്നതും അതുപോലെ തന്നെ സ്വീകരിക്കുന്നതും. മൂഢന്മാർക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശിശുപാലൻ. യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയ യജ്ഞം നടത്താൻ തയ്യാറെടുക്കുന്ന വേളയിൽ പിതാമഹനായ ഭീഷ്മാചാര്യരോട് ചോദിക്കുന്നു, അല്ലയോ പിതാമഹ, ആർക്കാണ് ഞാൻ ആദ്യം അർഘ്യം നൽകേണ്ടത്? ഏറ്റവും ശ്രേഷ്ഠനായ, ഭൂമിയിൽ വച്ച് ഏറ്റവും മാന്യനായ, ശക്തിയിലും മഹത്വത്തിലും പരാക്രമത്തിലും എല്ലാവരേക്കാളും മുമ്പനായ, സൂര്യനെ പോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആദ്യം അർഘ്യം നൽകേണ്ടത് എന്നാണ് ഭീഷ്മാചാര്യർ പറയുന്നത്. ഭീഷ്മാചാര്യരുടെ നിർദ്ദേശപ്രകാരം സഹദേവൻ ദ്വാരകാനാഥന് യഥാവിധി ഉത്തമമായ അർഘ്യം നൽകി ആദരിക്കുകയാണ്. ഈ സമയത്താണ് ശിശുപാലൻ യജ്ഞവേദിയിലേക്ക് കടന്നു വരുന്നത്. വാസുദേവ പുത്രനെ അഗ്രപൂജ ചെയ്ത് ബഹുമാനിച്ചത് ചേതി രാജാവായ ശിശുപാലന് തീരെ സഹിക്കുന്നില്ല. ശിശുപാലൻ കോപം കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. വൃഷ്ണിവംശജനായ കൃഷ്ണൻ രാജപൂജയ്ക്ക് അർഹനല്ല. ഹേ ധർമ്മപുത്ര, മഹാന്മാരായ പാണ്ഡവന്മാർക്ക് ചേർന്നതല്ല ഈ പ്രവൃത്തി. ഭീഷ്മാചാര്യരെ, എന്തുകൊണ്ടാണ് കൃഷ്ണന് അഗ്രപൂജ നടത്തി അദ്ദേഹത്തെ ബഹുമാനിക്കാൻ കാരണം? വൃദ്ധൻ എന്ന നിലയ്ക്കാണ് എങ്കിൽ ഇവിടെ അദ്ദേഹത്തിന്റെ പിതാവായ വാസുദേവർ ഇരിപ്പില്ലേ? അദ്ദേഹത്തിലെ അല്ലേ പൂജിക്കേണ്ടത്? വൃദ്ധനെന്ന് വിളിച്ച് കളിയാക്കുകയാണ് ശിശുപാലൻ. അല്ല, ബന്ധു എന്ന നിലയ്ക്കാണ് എങ്കിൽ നിങ്ങളുടെ പത്നിയായ പാഞ്ചാലി ദേവിയുടെ പിതാവായ ദ്രുപദനിരിക്കുന്നില്ലേ ഇവിടെ? അദ്ദേഹത്തിനെ അല്ലേ പൂജിക്കേണ്ടത്? അതുമല്ല, ആചാര്യൻ എന്ന നിലയ്ക്കാണ് എങ്കിൽ നിങ്ങളുടെ ഗുരുവായ ദ്രോണാചാര്യർ ഇരിപ്പില്ലേ ഇവിടെ? അദ്ദേഹത്തിനെ ആയിരുന്നില്ലേ പൂജിക്കേണ്ടത്? അതുമല്ല, വേദം അറിഞ്ഞവൻ എന്ന നിലയ്ക്കാണ് എങ്കിൽ വ്യാസാചാര്യൻ ഇരിപ്പില്ലേ ഇവിടെ? അദ്ദേഹത്തെ ആയിരുന്നില്ലേ പൂജിക്കേണ്ടത്? അതുമല്ല, ശസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനാണ് എന്നുള്ള നിലയ്ക്കാണെങ്കിൽ അശ്വത്ഥാമ ഇല്ലേ ഇവിടെ? അദ്ദേഹത്തെ ആയിരുന്നില്ലേ പൂജിക്കേണ്ടത്? കൃപാചാര്യർ, ദുര്യോധനൻ, ഭീഷ്മാചാര്യർ ഇവരെല്ലാം ഇരിക്കുമ്പോൾ ഒന്നുമല്ലാത്ത, രാജാവല്ലാത്ത, ആചാര്യനല്ലാത്ത, വേദമറിയാത്ത കൃഷ്ണനെ എന്തുകൊണ്ടാണ് നിങ്ങൾ പൂജിച്ചത്? വെറും സേവയ്ക്ക് വേണ്ടി മാത്രമാണോ നിങ്ങളുടെ ഈ പൂജ? ഹേ ധർമ്മപുത്രരെ, നിങ്ങളൊരു ധാർമ്മികനാണ് എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ധർമ്മച്യുതിയാണ്. നിങ്ങൾ ഒരിക്കലും ഒരു ചക്രവർത്തി പദത്തിന് അർഹനല്ല എന്ന് പറയുകയാണ് ശിശുപാലൻ. അതിനുശേഷം ശിശുപാലൻ ഭഗവാനോട് ചോദിക്കുകയാണ്, ഹേ കൃഷ്ണ, ജരാസന്ധനെ ചതിച്ചു കൊന്ന നിനക്ക് ഈ രാജാക്കന്മാർ ഇത്രയും പേർ ഇവിടെ ഇരിക്കുമ്പോൾ, മഹാത്മാക്കളായ പലരും ഇവിടെ ഇരിക്കുമ്പോൾ അർഘ്യപൂജ സ്വീകരിക്കുവാൻ എന്ത് അവകാശമാണ് നിനക്കുള്ളത്? നിനക്ക് നാണമാകുന്നില്ലേ? ആരുമില്ലാത്ത തക്കം നോക്കി നെയ് കട്ടു തിന്നുന്ന നായയെപ്പോലെ ഈ അർഘ്യപൂജ സ്വീകരിക്കുവാൻ നിനക്ക് യാതൊരു മടിയും തോന്നുന്നില്ലേ? രാജാവല്ലാത്ത നിനക്ക് എങ്ങനെയാണ് രാജപൂജ ചേരുക? ഇതേതാണ്ടൊരു നപുംസകം പെണ്ണിനെ വേളി കഴിച്ചതുപോലെയായിരിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് അക്ഷോഭ്യനായി
ഭീഷ്മാചാര്യർ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ്, ഹേ മഹാരാജൻ, ഇവനൊരു മൂഢനാണ്. കൃഷ്ണൻ നമുക്ക് മാത്രമല്ല അർഖ്യൻ, അച്യുതൻ 3 ലോകത്തിലും ഏറ്റവും ശ്രേഷ്ഠനാണ്. അവനിൽ വിശ്വമാകെ സ്ഥിതി ചെയ്യുകയാണ്. അത് അറിയാത്ത ഈ മൂഢൻ, അവനെ സാന്ത്വനിപ്പിക്കുകയോ ഈ സഭയിൽ ഇരുത്തേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. ഇതുതന്നെയാണ് ഭഗവാനും ഈ ശ്ലോകത്തിൽ പറയുന്നത്. എന്നെ മനുഷ്യരൂപത്തിൽ കാണുന്ന വ്യക്തികൾ, എൻ്റെ ശരിയായ ഭാവത്തെ മനസ്സിലാക്കാത്തവർ മൂഢന്മാരാണ് എന്ന് പറയുകയാണ് ഭഗവാൻ. ശിശുപാലനെ പോലെ ആരാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കാതെ വാഗ്വാദങ്ങൾക്കും എതിർ വാർത്തകൾക്കും പ്രചാരം നൽകി ഭഗവാനെ തരം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നവരാണ് മൂഢന്മാർ. വേറെ ചിലരുണ്ട്, ക്ഷേത്രാരാധനയെ പൂർണ്ണമായും അവഗണിക്കുന്നവരും നിന്ദിക്കുന്നവരും. അങ്ങനെയുള്ള നിരാകാരവാദികൾ, അതായത് ഭഗവാന് രൂപമില്ല, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ താൻ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു എന്ന്, പിന്നെ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഉള്ളവരോട് പറയാനുള്ളത്, ഭഗവാൻ അമ്പലത്തിൽ നിന്നല്ല, എല്ലാവരുടെയും ഉള്ളിലിരിപ്പുണ്ട്. സകല പ്രപഞ്ചത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും അണുവിലും ഭഗവാനുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിലെ വിവിധ ആരാധനാ ക്രമങ്ങളിലൂടെ നമ്മൾ കൂടുതൽ ഭഗവാനോട് അടുക്കാനാണ് ശ്രമിക്കുന്നത്. എങ്ങനെയാണോ ബിംബത്തിൽ നിന്നും വരുന്ന പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്, അതുപോലെയും ചന്ദനം തൊട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള തൊലിക്ക് ആനന്ദം പകർന്നും, തീർത്ഥം കഴിച്ച് നാക്കിന് ആനന്ദം പകർന്നും, കണ്ണുകളിലൂടെ ഭഗവാന്റെ ആ സുന്ദരമായ ശ്യാമസുന്ദര രൂപം കണ്ടും, കാതുകളിലൂടെ മണിനാദങ്ങളും ശംഖധ്വനികളും കീർത്തനങ്ങളും നാമ അർച്ചനകളും കേട്ടും ഉള്ളിലിരിക്കുന്ന ആ അജ്ഞാനത്തെ പതുക്കെ കഴുകിക്കളയുവാനുള്ള ഒരു മാർഗമാണ് ക്ഷേത്ര ദർശനവും വിഗ്രഹ ആരാധനയും പൂജയും ധ്യാനവും എല്ലാം തന്നെ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫലമല്ലാതെ യാതൊരു തരത്തിലുള്ള ദോഷവും നമുക്ക് സംഭവിക്കുന്നില്ല. ഒരിക്കലും ദോഷം സംഭവിക്കില്ലാത്ത കാര്യം ചെയ്തതുകൊണ്ട് എപ്പോഴും നല്ലത് മാത്രമേ വരൂ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതാണ് ശരിയായ ജ്ഞാനം. ശ്രീമദ് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും ഊന്നിപ്പറയുന്ന കാര്യമാണ് ഭഗവാൻ ഓരോ ജന്തുവിൻ്റെയും ഓരോ ചരാചരങ്ങളുടെയും ഉള്ളിൽ ആത്മരൂപത്തിൽ ഇരിക്കുന്നു എന്നുള്ളത്. നമ്മുടെ ആത്മാവിനെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പൂജിക്കേണ്ടതും എല്ലാം തന്നെ. എല്ലാവരെയും സമഭാവനയോടെ കാണുന്നവനാണ് ഭഗവാന്റെ യഥാർത്ഥ ഭക്തൻ. ഒപ്പം ഭഗവാനാണ് പരമാത്മാവ് എന്നും ആ പരമാത്മാവിൻ്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരുമെന്നും ഭഗവാൻ അതീന്ദ്രിയനും സച്ചിദാനന്ദ മൂർത്തിയുമാണ് എന്നുള്ളതും മനസ്സിലാക്കുക. അതാണ് ശരിയായ ജ്ഞാനം. ഭഗവത് പാദത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും സുന്ദരമായ വഴിയും അതുതന്നെയാണ്. ഭഗവാൻ ഓരോ ശരീരത്തിലും പരമാത്മസ്വരൂപിയായി വാഴുന്നതുകൊണ്ട് ഓരോ ശരീരവും ഭഗവാന്റെ തന്നെ ക്ഷേത്രമാണ്. ഭഗവാന്റെ ക്ഷേത്രത്തെ മാനിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തെ മാനിക്കുന്നത് പോലെ തന്നെ, പരമാത്മാ വാസം ഉള്ള ഓരോ ശരീരത്തെയും വേണ്ടും വണ്ണം നമ്മൾ ആദരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവിനോട് നമ്മൾ കാര്യങ്ങൾ പറയണം. ആ പരമാത്മാവിനെ സ്നേഹിക്കണം. ആ പരമാത്മാവ് ഭഗവാനാണ് എന്നുള്ള തിരിച്ചറിവും ഉണ്ടായിരിക്കണം. ഇതേ പരമാത്മാവ് തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്നത് എന്നുമുള്ള ബോധം കൂടി നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്. 12ാമത്തെ ശ്ലോകം. മോഘാശാമോഘകർമാണോ മോഹജ്ഞാനാവിജേതസ രാക്ഷസീം അസുരീം ച ഏവ പ്രകൃതിം മോഹിനീം ശ്രിത. മോഘാശ മോഘകർമാണോ, നിഷ്ഫലമായ ആശയുള്ളവരായി, നിഷ്ഫലമായ കർമാക്കളായി. മോഘജ്ഞാന വിചേതസ, നിഷ്ഫല ജ്ഞാനരായി. വിചേതസ, സംഭ്രമം പൂണ്ട മനസ്സുള്ളവരായി. രാക്ഷസീം അസുരീം ച ഏവ, രാക്ഷസീകവും ആസുരികവുമായ ഭാവത്തോടെ. പ്രകൃതിയും മോഹിനീം ശ്രിത, മോഹിപ്പിക്കുന്ന പ്രകൃതിയെ ആശ്രയിക്കുന്നവരുമുണ്ട്. നിഷ്ഫലമായ ആശയുള്ളവരായി. മോഘാശ, എന്താണ് നിഷ്ഫലമായ ആശ? യഥാർത്ഥ ആശ എന്താണ്? യഥാർത്ഥമായിട്ടുള്ള ആശ ഭഗവാനെ സേവിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് യഥാർത്ഥമായ ആശ. ഭഗവാന്റെ സേവകനാകണം, ഭഗവാന്റെ ഭക്തനാകണം എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള ആശ.
നിഷ്ഫലമായ ആശയുള്ളവർ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ഈ ഒരു ചിന്ത അല്ലാതെ വേറെ ചിന്തകൾ ഉള്ളവരെയാണ് നിഷ്ഫലമായ ആശയുള്ളവർ. തനിക്കാണ് എല്ലാം, അല്ലെങ്കിൽ ഭഗവാന്റെ അമ്പലത്തിൽ പോകുന്നത് ശരിയല്ല, അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതില്ല, വേറെ എന്തെല്ലാം മാർഗമുണ്ട്, ധ്യാനത്തിലൂടെ ഭഗവാനെ അറിയാം, ഭഗവാന് രൂപമില്ല, അതുകൊണ്ട് അമ്പലത്തിൽ പോകേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ. നിഷ്ഫലമായ കർമാക്കൾ. കർമ്മം എങ്ങനെയാണ് നിഷ്ഫലമാവുക? ഓരോന്നും തനിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇതെൻ്റെ മകന് വേണ്ടിയാണ്, ഇതെൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ്, ഇതെൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്, ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിന് ഇത്ര പൈസ എനിക്ക് കിട്ടണം, എങ്കിൽ മാത്രമേ ഞാൻ ഈ കർമ്മം ചെയ്യുകയുള്ളൂ, ഏതു വിധേനയും പൈസ ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് മോഹകർമാണോ, നിഷ്ഫലമായ കർമ്മത്തോടു കൂടിയവർ. കാരണം അവർ ചെയ്യുന്ന കർമ്മത്തിന് യാതൊരു ഫലവുമില്ല. അതിന് കർമ്മഫലങ്ങൾ കൂടിക്കൂടി ജന്മ മൃത്യു ജരാവ്യാധികളിൽ ചെന്ന് പെടുകയല്ലാതെ വേറെ യാതൊന്നും അതിൽ നിന്ന് ഫലമില്ല. വേറൊരു കൂട്ടരാണ് മോഹജ്ഞാന, ജ്ഞാനത്തെ നിഷ്പ്രഭമാക്കുന്നവർ, നിഷ്ഫലജ്ഞാനരായി ഉള്ളവർ. എന്താണ് ശരിയായ ജ്ഞാനം? ഭഗവാനെ അറിയുക. എങ്ങനെയാണ് ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ഭഗവാന്റെ നിത്യദാസൻ എന്നുള്ള ബോധമുണ്ടാവുക, ഭഗവാൻ പരമാത്മാവാണ് എന്നുള്ള ചിന്ത വരിക. ഒരു സാധാരണ മനുഷ്യൻ അല്ല എന്ന് ചിന്തിക്കാതെ പരമാത്മാവാണ്, സകലരുടെയും ഉള്ളിലിരിക്കുന്ന പരമാത്മ സ്വരൂപിയാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കുക. ഇതാണ് യഥാർത്ഥമായ ജ്ഞാനം. ഇത് മനസ്സിലാക്കാതെ എല്ലാത്തിനെയും കൊന്നുതിന്ന് ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല, തനിക്ക് ഈ മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് ആസ്വദിച്ച് ജീവിക്കുവാനാണ്, ആരെ ഉപദ്രവിച്ചാലും ഒരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരാണ് നിഷ്ഫല ജ്ഞാനം. അവർക്ക് ജ്ഞാനമുണ്ടെങ്കിലും അതിന് ഒരു ഫലവുമില്ല. അങ്ങനെയുള്ളവർ എന്താകും? സംഭ്രമം പൂണ്ട മനസ്സുള്ളവരായിത്തീരും. തനിക്ക് കിട്ടാത്തപ്പോൾ അസൂയ, കുശുമ്പ്, കുനിഷ്ട് എല്ലാം ചേർന്നുകൊണ്ട് സംഭ്രമമുള്ള മനസ്സുള്ളവരായിത്തീരുന്നു. തനിക്ക് അസുഖങ്ങൾ വരുന്നു. ഇങ്ങനെ ഭഗവാന് സേവ ചെയ്യാതെ യഥാർത്ഥമായ ജ്ഞാനം കർമ്മഫലം കൊണ്ടുണ്ടാകുന്നതാണ് എന്നുള്ള ബോധമില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് മനസ്സ് എപ്പോഴും സംപ്രീതി കൊടുത്തുകൊണ്ടേയിരിക്കും. താൻ യഥാർത്ഥ ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ് എങ്കിൽ ഈ വരുന്നതെല്ലാം തൻ്റെ കർമ്മഫലമാണ്, തൻ്റെ സേവ എന്ന് പറയുന്നത് ഭഗവത് സേവനം മാത്രമാണ് എന്നുള്ള ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നവർക്ക് മനസ്സൊരിക്കലും സംഭ്രമമാവുകയില്ല. സ്ഥിരചിത്തനായി ഭഗവാനെ സേവ ചെയ്യുന്നതിന് ഏതു സമയവും സാധിക്കും. രാക്ഷസീം അസുരീം ചയേവ, രാക്ഷസീകവും ആസുരികവുമായ ഭാവത്തോടു കൂടി, നേരത്തെ നമ്മൾ കണ്ട ശിശുപാലനെ പോലെ ഭഗവാനെ ഉപദ്രവിക്കാനുള്ള ഭാവത്തോടു കൂടി, ഏത് ഭാവമായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ശത്രുഭാവത്തോടു കൂടിയാണ് എങ്കിലും വിരോധമൊന്നുമില്ല. രാവണൻ, ശിശുപാലൻ, ദന്തവക്രൻ ഇവരെല്ലാവരും ഭഗവാനെ ദേഷ്യഭാവത്തോടു കൂടിയാണ് ചിന്തിച്ചിരുന്നത് എങ്കിലും ഏതു സമയവും മനസ്സിലുണ്ടായിരുന്നു. അതാണ് അവർക്ക് മോക്ഷകാരണമായത്. ഏതു സമയവും ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഏത് ഭാവം എന്നുള്ളതിന് ഒരു പ്രശ്നവുമില്ല. കാരണം വാത്സല്യഭാവമുണ്ടാകാം, സഖ്യഭാവമുണ്ടാകാം, പിതൃഭാവമുണ്ടാകാം, കാമുകഭാവമുണ്ടാകാം. ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ എപ്പോഴും ഭഗവാനെ തന്നെ ധ്യാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. എന്നാൽ ഇവിടെ പറയുന്നത് രാക്ഷസീം അസുരീം ചയേവ പ്രകൃതിയും മോഹിനിയും ശ്രിത, മോഹിപ്പിക്കുന്ന പ്രകൃതിയെ ആശ്രയിക്കുന്നു. ഈ പ്രകൃതിയാണ് എല്ലാം, ഈ പ്രകൃതിയാണ് ബ്രഹ്മം, ഈ ബ്രഹ്മത്തെയാണ് ഞാൻ സേവിക്കേണ്ടത് എന്നുള്ള അജ്ഞാനത്തോടു കൂടി ഇരിക്കുന്നവരാണ്, രാക്ഷസീയ മനോഭാവത്തോടു കൂടി ഇരിക്കുന്നവരാണ് പ്രശ്നക്കാര്. അവർക്കാണ് എന്നെ തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്ന് പറയുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ. 13ാമത്തെ ശ്ലോകം. മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. മഹാത്മാനസ്തു മാം പാർത്ഥ, മഹാത്മാക്കളായ ആളുകൾ ദൈവീം പ്രകൃതിമാശ്രിത, ദൈവിക പ്രകൃതിയെയും എന്നെയും ആശ്രയിക്കുന്നു. എൻ്റെ തന്നെ ഒരു ഭാവമാണ്, എന്നിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന അധമ പ്രകൃതിയാണ് ഇത് എന്ന് മനസ്സിലാക്കി പ്രകൃതിയെയും എന്നെയും ആരാധിക്കുന്നു. ഭജന്ത്യ അനന്യമനസോ, അനന്യമനസോ ഏകാഗ്രചിത്തമായി എന്നെ അവർ സേവിക്കുകയാണ്. ആരാണ്? മഹാത്മാക്കൾ. ജ്ഞാത്വാ ഭൂതാദിമവ്യയം, എല്ലാ ഭൂതങ്ങൾക്കും ഉറവിടമായ ഞാനാണ് എല്ലാത്തിലും ഉപരിയെന്നും മനസ്സിലാക്കി അനന്യചിത്തരായി
ഏകാഗ്രചിത്തതയോടുകൂടി സേവിക്കുകയാണ്, എന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാത്മാക്കൾ. അപ്പോൾ എങ്ങനെയൊരു മഹാത്മാവാകുക? വളരെ നിസാരം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്നെ പ്രാപിക്കുക എന്നുള്ളത് വളരെ നിസാരമായ കാര്യമാണ് എന്ന്. ഒരു യോഗ്യത, മഹാത്മാവാകാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന് സ്വയം സമർപ്പിക്കുക, ഏതു സമയവും ഭഗവാന്റെ ഓർമ്മകളും ഭഗവാന്റെ കീർത്തനങ്ങളും നാമജപങ്ങളും മനസ്സിൽ നിന്നും ഉയരുക. ഇത്ര മാത്രം മതി. ഏകാഗ്രചിത്തനായി ഭഗവാനെ ധ്യാനിക്കുന്ന, എല്ലാം ഭഗവാനിലേക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനെയാണ് മഹാത്മാവ് എന്ന് പറയുന്നത്. ഒരു മഹാത്മാവിന് ഭഗവാനിൽ ഒഴികെ മറ്റു ഒരു വിഷയത്തിലും താല്പര്യമുണ്ടാവുകയില്ല. ഭഗവാനാണ് ആദിപുരുഷനെന്നും സർവകാരണങ്ങൾക്കും കാരണമെന്നും ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം എന്നുള്ള പൂർണ്ണമായ ബോധം അയാൾക്ക് ഉണ്ടാവുകയാണ്. ഈ മഹാത്മാക്കൾ എങ്ങനെയാണ് എന്നെ ഭജിക്കുന്നത് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിലൂടെ പറയുന്നത്. സതതം കീർത്തയന്തോ മാം യദന്തശ്ചാദൃഢാവ്രത നമസ്യന്തശ്ച മാം ഭക്ത്യ നിത്യയുക്ത ഉപാസതേ. സതതം കീർത്തയന്തോ മാം, എല്ലായ്പ്പോഴും എന്നെ കീർത്തിക്കുന്നു, എൻ്റെ ശ്ലോകങ്ങൾ ഉരുവിടുന്നു, ഭഗവാന്റെ കീർത്തനങ്ങളും നാമജപങ്ങളും നടത്തുന്നു. ഇവിടെ പ്രത്യേകം എല്ലായ്പ്പോഴും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ദേവീദേവതമാർ ആയാലും നമ്മുടെ മനസ്സിലേക്ക് ഒരേ ഒരു രൂപത്തിനെ കൊണ്ടുവരണം. ഭഗവാൻ പ്രത്യേകം പറയുന്നു, ആരായാലും വിരോധമൊന്നുമില്ല. നിങ്ങൾ ആരെയാണോ സേവിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അടുത്ത ജന്മം. എന്നെയാണ് സേവിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവുകയില്ല. പൂർണ്ണമായ മോക്ഷം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ദിവ്യമായ രൂപം, ഭഗവാന്റെ ഏതു രൂപമാണോ നമുക്കിഷ്ടം, ബാലഗോപാല രൂപമാണോ, രാധാറാണിയുമൊത്തുള്ള രൂപമാണോ, അല്ലെങ്കിൽ ഓടക്കുഴൽ വായിക്കുന്ന രൂപമാണോ, ഗുരുവായൂരപ്പൻ്റെ ചതുർഭുജ രൂപമാണോ, അതുമല്ല എങ്കിൽ ഭീഷ്മാചാര്യർ ചിന്തിച്ചതുപോലെ പാർത്ഥസാരഥി രൂപമാണോ, അല്ലെങ്കിൽ പരീക്ഷിത് മഹാരാജാവ് ചിന്തിച്ചതുപോലെ ചതുർഭുജ രൂപമാണോ, ഏത് രൂപം വേണമെങ്കിലും ആകാം, മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനൊരു സ്ഥിര പ്രതിഷ്ഠ നൽകുക. എന്നും എപ്പോഴും അതായിരിക്കണം നമ്മൾ ആരാധിക്കുന്ന ഭഗവാൻ. ആ ഭഗവാനെ ഏതു സമയവും കീർത്തിക്കുക. നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാനെയാണ് കീർത്തിക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ ആചരിക്കുന്ന പല വ്രതങ്ങളും, തിങ്കളാഴ്ച വ്രതം, ശനിയാഴ്ച വ്രതം, ചൊവ്വാഴ്ച വ്രതം, ഇങ്ങനെ വിവിധ ദേവീദേവന്മാരുടെ കീർത്തനങ്ങൾ, ആലാപനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ എല്ലാം നല്ലത് ഒരേ ഒരു രൂപത്തെ മാത്രം മനസ്സിൽ ആരാധിച്ചുകൊണ്ട് ആ ഭഗവാന് വേണ്ട കീർത്തനങ്ങളും പൂജകളും ചെയ്യുക, നമ്മുടെ മനസ്സിലേക്ക് നോക്കിക്കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ മാർഗം. ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്നതും അതിനു തന്നെയാണ്. സതതം കീർത്തയന്തോ മാം, എല്ലായ്പ്പോഴും എന്നെ കീർത്തിക്കുക. യദന്തശ്ചാദൃഢാവ്രത, ദൃഢവ്രതരായി യത്നിക്കുക. ഭഗവാനെ മനസ്സിൽ ഓർത്തുകൊണ്ടുള്ള പ്രവൃത്തിയാണ് ഏതൊരു പ്രവൃത്തി. കുക്കിംഗ് ആയാലും ഏത് പ്രവൃത്തിയായാലും നാമജപങ്ങൾ മനസ്സിൽ നിന്ന് ഉയരാനുള്ള ഒരു ശ്രമം വേണം. നമസ്യന്തശ്ച മാം ഭക്ത്യ, ഭക്തിപൂർവം എന്നെ നമസ്കരിക്കണം. ആണുങ്ങളാണെങ്കിൽ സാഷ്ടാംഗം ഭഗവാനെ പ്രണമിക്കുക. എല്ലാ അംഗങ്ങളും ഭൂമിയിൽ പതിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ഭഗവാന് ഞാൻ വിധേയനാണ്, എൻ്റെ എല്ലാവിധ അഹങ്കാരങ്ങളും ഞാൻ താഴെ വച്ചിരിക്കുന്നു, അങ്ങയുടെ കാൽപാദത്തിൽ വച്ചിരിക്കുന്നു എന്നുള്ള ഭാവത്തോടുകൂടി ഭഗവാനെ നമസ്കരിക്കണം. നിത്യയുക്ത ഉപാസതേ, സദാ മുഴുകി എന്നിൽ ഉപാസിച്ചുകൊണ്ട് ഏതു സമയവും എന്നെ തന്നെ. നമ്മൾ ഒരു കിണർ കുഴിക്കുകയാണെങ്കിലും പല പല കുഴികൾ കുഴിച്ചിട്ട് കാര്യമില്ല, അല്ലേ? തുടർച്ചയായി ഒരേ സ്ഥലത്ത് കുഴിച്ചാലാണ് നമുക്ക് വെള്ളം കിട്ടുക. അതുപോലെ നിത്യവും, ഇന്നുണ്ടായി നാളെ ഉണ്ടായില്ല, അല്ലെങ്കിൽ കാലത്തുണ്ടായി ഉച്ചയ്ക്കുണ്ടായില്ല വൈകുന്നേരം ഉണ്ട്, അങ്ങനെയല്ല. ഏത് സമയവും എന്നെ തന്നെ ഭജിച്ചുകൊണ്ട്. ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്തോ വലിയ സംഭവമാണ് എന്ന്. സ്ഥിരമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ യാതൊരു സംഭവമല്ല. വളരെ ഈസിയായി നമ്മുടെ മനസ്സിലേക്ക് ഏതു നേരവും നാമജപം വരും, ഭഗവാന്റെ ഓർമ്മകൾ വരും, എല്ലാം വരും. അല്ലെങ്കിൽ മാത്രമേ കാലത്തും വൈകിട്ടും ചിന്ത പലതായി പോകുമ്പോൾ മാത്രമേ അങ്ങനെ ഒരു ഓർമ്മ വരൂ. ചിലപ്പോൾ 3-4 ദിവസം കൂടുമ്പോൾ. അങ്ങനെയല്ല, സ്ഥിരമായി നിത്യയുക്ത, സ്ഥിരമായി എന്നെ തന്നെ ഉപാസിക്കുക. ഉപാസനാമൂർത്തിയായി ഭഗവാനെ നമ്മുടെ മനസ്സിലുണ്ടാകണം.
അത് ഏത് വിധത്തിൽ വേണമെങ്കിലും ആകാം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യ, ആത്മനിവേദനം. ഏത് രൂപത്തിൽ വേണമെങ്കിലും ഭഗവാനെ സേവിക്കാം. ലക്ഷ്മി ദേവിയെ പോലെ പാദസേവ ചെയ്യാം. അർജുനനെ പോലെ സഖ്യം രീതിയിലാകാം. ആത്മനിവേദനം, ഹനുമാനെ പോലെ ആത്മനിവേദനമാകാം. ഏതു രീതിയിൽ ആയാലും ഭഗവാനെ സേവ ചെയ്യുക എന്നുള്ളതാണ് മുഖ്യം. ഏതു സമയവും ഭഗവാന്റെ ഓർമ്മകൾ മനസ്സിൽ ഉണ്ടാവുക. ഇങ്ങനെ അല്ലാതെ ഭഗവാനെ ആരാധിക്കുന്നവരുമുണ്ട്. ജ്ഞാനയജ്ഞേന ചാപി അന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോ മുഖം. ജ്ഞാനയജ്ഞേന ച അഭി അന്യ, വേറെ ചിലർ ജ്ഞാനയജ്ഞം കൊണ്ട് യജന്തോ മാമുപാസതേ, യജ്ഞം ചെയ്ത് ഉപാസിക്കുന്നു. എങ്ങനെയാണ് അവർ ഉപാസിക്കുന്നത്? ഏകത്വേന പൃഥക്തേന, ഏകരൂപത്തിലും ദ്വന്ദ്വഭാവത്തിലും അവർ ഉപാസിക്കുകയാണ്. ബഹുധാ വിശ്വതോ മുഖം, പല വിധത്തിലും വിശ്വരൂപത്തിലും എല്ലാം തന്നെ അവർ എന്നെ ആരാധിക്കുന്നു. ചില ആളുകൾ ഭഗവാനും താനും ഭിന്നനല്ല എന്നുള്ള ചിന്തയോടെ ആരാധിക്കുന്നവരുണ്ട്. അതും ശരിയാണല്ലേ. ഭഗവാന്റെ ഒരംശമാണ് ആത്മാവ്. അപ്പോൾ ഭഗവാനും താനും ഭിന്നനല്ല എന്ന് കരുതി ആരാധിച്ചാലും വിരോധമൊന്നുമില്ല. വേറൊരു കൂട്ടരുണ്ട് ഭഗവാന്റെ വിശ്വരൂപത്തെ ആരാധിക്കുന്നവർ. ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്ത ആ വിശ്വരൂപത്തെ, സകല പ്രപഞ്ചങ്ങളും ഭഗവാനിലാണ് എന്ന് കാണിച്ചു കൊടുത്ത ആ രൂപത്തെ ആരാധിക്കുന്നവരുണ്ട്. വേറൊരു ഭാവം, ഭഗവാനെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ, ഏതെങ്കിലും ഒരു രൂപത്തിൽ, ഇഷ്ടമുള്ള രൂപത്തിൽ വിഭാവനം ചെയ്ത് ആരാധിക്കുന്നവരുമുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഭഗവാനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് സത്യം. നിരാകാരവാദികൾ തങ്ങൾ ശരീരമല്ല എന്നും ആത്മാവാണ് എന്നുള്ള ചിന്തയോടുകൂടി തങ്ങളെ തന്നെ ആരാധിക്കുന്നവരാണ്. വേറൊരു കൂട്ടർ ഏത് രൂപവും ഭഗവത് രൂപമാണ് എന്നുള്ള ഭാവനയിൽ ആരാധിക്കുന്നവരാണ്. ദേവീദേവന്മാരും എല്ലാവരും തന്നെ എല്ലാം ഭഗവാന്റെ രൂപം തന്നെയാണല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ആരാധിക്കുന്നവരുണ്ട്. വേറൊരു കൂട്ടർ ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനാണല്ലോ, പ്രപഞ്ചത്തെയാണോ ഞാൻ ആരാധിക്കേണ്ടത് എന്ന് കരുതി സൂര്യഭഗവാനെയും അതുപോലുള്ള മറ്റു വസ്തുക്കളെയും ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ബോധം അവരിൽ എത്തുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഭക്തന്മാരെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ശ്ലോകത്തിലൂടെ ഭഗവാൻ വിശദീകരിക്കുന്നത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ. ഹരേ കൃഷ്ണ.